ഊരാളുങ്കൽ നാറ്റക്കേസായി സതീശനും ഷാജിയും മുങ്ങി. പിണറായി സർക്കാരിന്റെ കാലത്ത് UDF ഏറ്റവും കൂടുതൽ സർക്കാരിനെ വിമർശിക്കാൻ എടുത്തുപയോഗിച്ച ആയുധമായിരുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ. അന്ന് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും KM ഷാജി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളും പറഞ്ഞത് ഊരാളുങ്കൽ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ സൊസൈറ്റിയാണ്. അതായത് CPM-നെ സഹായിക്കാനായി CPM-ന്റെ അഴിമതി പണം വെളുപ്പിക്കാനുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ എന്നാണ് അന്ന് UDF നേതാക്കൾ പറഞ്ഞത്. അവർ പറഞ്ഞ ഓരോ വാക്കിനെയും ഖണ്ഡിച്ചുകൊണ്ടിതാ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ സഭയിൽ പറയുന്നു, ഒരു പ്രശ്നവുമില്ല, ഊരാളുങ്കൽ ക്ലീൻ ആണ്, ഊരാളുങ്കലിന് ഒരു തരത്തിലെ ബ്ലാക്ക് മാർക്കുമില്ല, ഊരാളുങ്കൽ ഇത്രയും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സൊസൈറ്റി വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് PK ബഷീർ അങ്ങനെ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തിക്കൊണ്ട് പണ്ടെങ്ങനെയാണോ തങ്ങൾ പറഞ്ഞത് അതിന് വിപരീതമായി സഭയിൽ പറയുമ്പോൾ തലകുനിച്ച് ഇരിക്കുന്നത് ആരൊക്കെയാണ്? മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രി KM ഷാജി അടക്കമുള്ളവർ അങ്ങനെ സഭയിൽ തലകുനിച്ച് തങ്ങൾ പറഞ്ഞ പഴയ വാചകങ്ങൾ ഓർത്ത് നാണക്കേട് ഓർത്ത് തലകുനിച്ച് കുമ്പിട്ടിരിക്കുകയായിരുന്നു. PK ബഷീർ ഇങ്ങനെ ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകിയപ്പോൾ അപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ അതേ നിലപാട് തന്നെയാണ്, പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ട അതേ നിലപാട് തന്നെയാണ് UDF സർക്കാരും ഊരാളുങ്കലിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സതീശനും KM ഷാജിയും വേണുഗോപാലും അടക്കം എന്തെല്ലാം അട്ടഹാസങ്ങളായിരുന്നു, എന്തെല്ലാം ആക്രമങ്ങളായിരുന്നു, എന്തെല്ലാം വാക്കുകൊണ്ടുള്ള ആക്രമങ്ങളായിരുന്നു ഊരാളുങ്കലിന് എതിരായി അഴിച്ചുവിട്ടത് പിണറായി സർക്കാരിന്റെ കാലത്ത്. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2023 ജൂൺ 16 പറഞ്ഞ ഒരു കാര്യം, CPM-ന്റെ അഴിമതി പണമാണ് ഊരാളുങ്കൽ, CPM വഴിവിട്ട് സഹായിക്കുന്ന ഒരു കേന്ദ്രമാണ് ഊരാളുങ്കൽ, CPM-ന്റെ പെട്ടിയിലേക്ക് ഇങ്ങനെ ഊരാളുങ്കലിൽ നിന്നുള്ള അഴിമതി പണം വന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന് 2023 ജൂൺ 16 VD സതീശൻ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. PK ബഷീർ ഇപ്പോൾ ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകിയപ്പോൾ VD സതീശൻ മിണ്ടുന്നില്ല. പണ്ട് പറഞ്ഞ ആ കാര്യം എന്താണെന്ന് പോലും പറയാതെ അടങ്ങി ഒതുങ്ങി കേട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ അങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്, തൊലി പൊളിഞ്ഞിരിക്കുകയാണ്. താൻ 2023 ജൂൺ 16 വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഊരാളുങ്കലിനെ കുറിച്ച് താൻ പറഞ്ഞ ആ വാക്കുകൾ ഓർത്ത് അങ്ങനെ തൊലി പൊളിഞ്ഞിരിക്കുകയാണ് സതീശൻ. ആരുടെ വാക്ക് കേട്ട്? പൊതുമരാമത്ത് മന്ത്രിയുടെ വാക്ക് കേട്ട്. ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും കഴിഞ്ഞ സർക്കാർ വഴിവിട്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു കരാറും നൽകിയിട്ടില്ല എന്നാണ്. മാത്രമല്ല 140 കോടി രൂപയുടെ ലാഭമുണ്ടാക്കിയ നല്ല ഒന്നാം തരം പൊളപ്പൻ കമ്പനിയാണ് ഊരാളുങ്കൽ എന്നാണ് PK ബഷീർ പറയുന്നത്. ഇനി തീർന്നില്ല, അടുത്ത വിമർശനം. കഴിഞ്ഞ തവണ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഊരാളുങ്കലിനെതിരെ ആഞ്ഞടിച്ചു. ഇടതുഭരണത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമാണ്, അഴിമതിയുടെ പ്രഭവ കേന്ദ്രമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടെൻഡർ ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ CPM ഊരാളുങ്കൽ വഴി നേടിക്കൊണ്ട് അവരുടെ പോക്കറ്റ് വീർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഏപ്രിൽ 7 അതായത് 2026 ഏപ്രിൽ 7 AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞത്. അങ്ങനെ KC വേണുഗോപാൽ പാർട്ടി തലത്തിലും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. പാർട്ടി തലത്തിലാണ് KC വേണുഗോപാൽ ഊരാളുങ്കലിനെതിരെ ആഞ്ഞടിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രഭവ കേന്ദ്രവും അത് അവസാനിക്കുന്നതുമെല്ലാം ഊരാളുങ്കലിലാണ്. ഒരു സഹകരണ സൊസൈറ്റി എന്ന പേരിലാണ്. ആ സൊസൈറ്റി എന്ന പേരിൽ ടെൻഡറില്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കോടികളുടെ കരാർ അവർ ഏറ്റെടുക്കും.
അവർ മുഴുവൻ കൊടുക്കുന്നത് സൊസൈറ്റി എല്ലാം നടത്തുന്നത് സബ് കോൺട്രാക്റ്റാണ്. എല്ലാവർക്കും അവരാണ്. അവസാനം ശബരിമല അയ്യപ്പ സംഗമം പോലും അവരുടെ സബ് കോൺട്രാക്റ്റിലാണ് പോയത്. അവിടം കൊണ്ടും തീർന്നില്ല. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDFന്റെ ഊരാളുങ്കൽ വിമർശനം. KM ഷാജി പറഞ്ഞത് മോദിക്ക് എങ്ങനെയാണോ അദാനി അതുപോലെയാണ് പിണറായി വിജയന് ഈ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റി. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മന്ത്രി തന്നെയാണ് പറയുന്നത് ഊരാളുങ്കൽ നല്ല ഒന്നാം തരം കമ്പനിയാണ്, നല്ല ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് ബഷീർ. പൊതുമരാമത്ത് മന്ത്രിയുടെ ഈ ക്ലീൻ ചിറ്റ് കൊടുത്തുള്ള സഭയിലെ പ്രസംഗം കേട്ട് ഷാജിയും തൊലി പുളഞ്ഞിരിക്കുകയാണ്. ഷാജിയും നാണക്കേട് കൊണ്ട് തല കുനിച്ചിരിക്കുകയാണ്. ആരെങ്കിലും പഴയ പ്രസംഗം കുത്തിപ്പൊക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഷാജി അങ്ങനെ തല കുമ്പിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ കത്തിക്കേറുന്നത് പൊതുമരാമത്ത് മന്ത്രി ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട്. ഇത്രയും നല്ല മുട്ടായി പോലത്തെ കമ്പനി എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. അദാനി എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നത് എന്നതുപോലെ മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിന്റെ അദാനിയാണ് ഈ പറയുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്നത്. അങ്ങനെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ക്ലീൻ ചിറ്റ് നൽകി പൊതുമരാമത്ത് മന്ത്രി മുന്നേറുകയാണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ ഒരു തരത്തിലെ അഴിമതിയും കാണിച്ചിട്ടില്ല. ഊരാളുങ്കൽ ഞങ്ങൾ UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ പല ആരോപണങ്ങൾ ഉന്നയിക്കും, അത് വെറും ആരോപണങ്ങൾ മാത്രമാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്ന് പറയാതെ പറയുകയാണ് പൊതുമരാമത്ത് മന്ത്രി ബഷീർ. ഇനി ആരെല്ലാമാണ് ഈ ഒരു പ്രശ്നം സഭയിൽ ഉന്നയിച്ചത്? ഭരണപക്ഷത്തെ K ബിനിമോൻ, VT ബൽറാം, അബിൻ വർക്കി, KM അഭിജിത്ത്, CR മഹേഷ്, ദീപക് ജോയി, നജീബ് കാന്തപുരം, F രാജ, M വിൻസെന്റ്, അങ്ങനെ 9 MLA മാർ ചോദിച്ചു ഊരാളുങ്കലിനെ കുറിച്ച് എന്താണ് മന്ത്രിയുടെ അഭിപ്രായം, എന്താണ് സർക്കാരിന്റെ അഭിപ്രായം, അഴിമതി നടന്നിട്ടുണ്ടോ, ആ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉടനടി പൊക്കി അകത്താക്കുക തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും നല്ല വ്യക്തമായ മലയാള ഭാഷയിലാണ് PK ബഷീർ മറുപടി കൊടുത്തത്. ആ മറുപടി ഇതാ കേട്ടുകൊള്ളൂ. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ മോർത്ത് SBD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല. എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. അങ്ങനെ VD സതീശനും KC വേണുഗോപാലും KM ഷാജിയും അടക്കമുള്ളവർ നാണിച്ച് തങ്ങൾ പറഞ്ഞ പഴയ കാര്യങ്ങളോർത്ത് നാണിച്ച് തല കുമ്പിട്ടിരിക്കുമ്പോൾ അതാ വരുന്നു LDFന്റെ പ്രതിനിധിയായിട്ട് VN വാസവൻ, സഹകരണ മന്ത്രിയായിട്ടുള്ള VN വാസവൻ പറഞ്ഞത് ഞങ്ങളുടെ നിലപാടാണ് ശരി എന്ന്. ഇപ്പോൾ ഭരണപക്ഷം ഇതാ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ ചെയ്തതാണ് ശരി, ഊരാളുങ്കലിനെ കുറിച്ച് ഞങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് ഭരണപക്ഷം അംഗീകരിച്ചിരിക്കുന്നുവെന്ന് VN വാസവൻ ഇതാ പറയുന്നു. അങ്ങനെ ഏറ്റെടുത്തിട്ടുള്ള വർക്കുകളൊക്കെ തന്നെ ഏറ്റവും ഭംഗിയായി മനോഹരമായി ചെയ്തു തീർത്തിട്ടുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളും റെക്കോർഡുകളുമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കുണ്ട്. ആ സൊസൈറ്റിയുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് പല രൂപത്തിൽ അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചവർ തന്നെ കഴിഞ്ഞ നിയമസഭാ കാലത്ത് ഞങ്ങൾ കണ്ടതാണ്. വിമർശിക്കുന്ന കൂട്ടർ തന്നെ അവരെ പോയി കണ്ടിട്ട് ഞങ്ങളുടെ വർക്ക് എങ്ങനെയും എടുക്കണമെന്ന് ഒളിവിൽ സംസാരിക്കും. ഇപ്പോൾ ഏതായിരുന്നാലും ആ വിമർശിച്ചവർ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായതിന് മറുപടി പറഞ്ഞ് അവർ നല്ല നിലവാരമുള്ളതാണെന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അത് ബോധ്യപ്പെടാൻ അവർക്ക് വൈകിയാണെങ്കിലും അതിൽ ബോധോദയം ഉണ്ടായിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ഗവൺമെൻറ് അഭിപ്രായം മുമ്പ് തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് വസ്തുതാപരമായി ആർക്കും പരിശോധിക്കാവുന്ന കാര്യമാണ്. അതിൽ അതിശയോക്തിപരമായ ഒരു കാര്യങ്ങളും. പിണറായി വിജയൻ കൈക്കൊണ്ട ഊരാളുങ്കൽ സൊസൈറ്റിയോട് സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാട് തന്നെയാണ് UDF സർക്കാരും സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. ബാക്കിയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സതീശനും KM ഷാജിയും KC വേണുഗോപാലും നമ്മളെ പച്ചയ്ക്ക് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ. ഇപ്പോൾ അവർ മിണ്ടുന്നില്ല. കാരണം പിണറായി വിജയന്റെ അതേ നിലപാട് പൊതുമരാമത്ത് വകുപ്പ്
പറയുമ്പോൾ അതായിരുന്നു ഊരാളുങ്കൽ ശരിയാണ്, ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് പൊതുമരാമത്ത് രംഗത്ത് വന്നപ്പോൾ നമ്മൾ ജനങ്ങളെ, ഇവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നമ്മുടെ ജനങ്ങളുടെ കണ്ണിൽ മുളക് പൊടി വാരി എറിയുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.